തീർത്ഥാടന കേന്ദ്രങ്ങൾ അതുപോലൊരെണ്ണം പറയാൻ 6000 ദിവസമല്ല 60,000 കൊല്ലം തലകുത്തി നിന്നാലും മുഴുത്ത വർഗീയവാദിയായിട്ടുള്ള മോദിക്ക് സാധിക്കില്ല. മനസ്സിലായോ? അപ്പോഴാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ അശ്വത്ഥാമ ഹത എന്ന കുഞ്ചര എന്ന് പറഞ്ഞതുപോലെ, കുഞ്ചര പറയില്ല, അത് ശബ്ദം താഴ്ത്തിയ അപ്പോഴേക്ക് ഡ്രം ബീറ്റ് ഉണ്ടാവും എന്ന പോലെ തിരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ 5 വർഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത് പറയുമ്പോൾ സംഘികളെല്ലാം പറയാണ്, ചുളുവിൽ നെഹ്റു ഭരിച്ച ആദ്യത്തെ 5 കൊല്ലം ഇതിൽ കൂട്ടിയിട്ടില്ല പോലും. ചുളുവിൽ മനസ്സിലാക്കണം, ചുളുവിൽ. അത് എന്ന് വെച്ചാൽ 47 മുതൽ 52 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് വരെയുള്ള ആദ്യത്തെ കാവൽ മന്ത്രിസഭയുടെ കാലം അത് കൂട്ടിയിട്ടില്ല പോലും. കാരണം അത് ചുളുവിലാണ്. പൊന്നു സഹോദരന്മാരെ, ഇന്നും ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചതിൻ്റെ റെക്കോർഡ്, അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു റെക്കോർഡൊന്നും ഇല്ല എന്നാലും പറയാണ്, നിങ്ങൾ പറയുന്നത് കൊണ്ട് പറയുന്നു, ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് നെഹ്റുവിൻ്റെ പേരിലാണ്. അദ്ദേഹം 6130 ദിവസക്കണക്കിൽ പറഞ്ഞാൽ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 കൊല്ലം നിങ്ങൾക്ക് ചുളുവിലുണ്ടായതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകന്മാരിൽ ഒരാളായിരുന്നു നെഹ്റു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ജയിലിൽ കടന്നിട്ടുണ്ട് 3259 ദിവസം, 9 വർഷത്തിലധികം. മനസ്സിലായോ? ആ സമരത്തിൻ്റെ, അതിലെ പങ്കാളിത്തത്തിൻ്റെ, അതിലെ ത്യാഗത്തിൻ്റെ, അതിൻ്റെ അനുഭവങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് ആ സാമ്രാജ്യ വിരുദ്ധ സമരത്തിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി നെഹ്റു വന്നത്. നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങാതി നടക്കുന്നുണ്ടല്ലോ. അയാൾ കയ്യിൽ വെച്ചത് തുറമുഖമാണ്. തുറമുഖം ഒരു മോശപ്പെട്ട വകുപ്പായിട്ടല്ല, പക്ഷെ അദ്ദേഹം തുറമുഖം കയ്യിൽ വെക്കാൻ ഒരു കാരണമുണ്ട്. അത് അദാനിയായിട്ടുള്ള ഡിങ്കോൾഫിക്കേഷനാണ്. അതിനു വേണ്ടിയിട്ടായിരുന്നില്ല, അത്തരം ഇടപാടുകളായിരുന്നില്ല നെഹ്റുവിനുണ്ടായിരുന്നത്. നമസ്കാരം. ഇന്നലെ ജനം ടി വിയുടെ ഒരു കാർഡ് ഇങ്ങനെ വ്യാപകമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നത് കണ്ടു. മോദി ഇങ്ങനെ ഒരു ചെക്ക് വെച്ച് കളി ജയിച്ചിരിക്കാൻ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നെഹ്റുവിനെ മറികടന്നു, പുതിയ റെക്കോർഡ് ഇട്ടു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തി ഇതാണ്. നമുക്ക് പെട്ടെന്നുള്ളൊരു ഓർമ്മയിൽ വരുന്നൊരു ദിവസമൊന്നും ഓർമ്മയില്ല, പക്ഷെ നെഹ്റു 16 കൊല്ലത്തോളം അതിലധികം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നയാളാണ്. അപ്പോൾ കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ, മനോരമ ഉൾപ്പെടെയുള്ള അതിലൊക്കെ ഇങ്ങനെ നെഹ്റുവിനെ മറികടന്ന് കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന ആൾ എന്നൊക്കെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നുകൂടി ഉള്ളിലൊക്കെ ചിലയിടത്ത് ജനം ടി വി ഒന്നും കണ്ടാലും വായിച്ചാലും ഒന്നും മനസ്സിലാവില്ല. ഉള്ളിലേക്ക് വളരെ ആണ്ടുമുങ്ങി ഒരു മുങ്ങൽ വിദഗ്ധനെ പോലെ പോയാൽ ചില കാര്യം പിടികിട്ടും. അതെന്താന്ന് വെച്ചാൽ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിമാരല്ല ഏറ്റവും കൂടുതൽ. ഒന്നാമത് ഇതിലൊക്കെ എന്ത് പ്രാധാന്യമുള്ളത്? ഇപ്പൊ ഈ 2020 ക്രിക്കറ്റൊക്കെ വന്നതുപോലെയാണ്. ചില റെക്കോർഡുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? തിങ്കളാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ 6 അടിച്ചയാൾ, അതൊരു റെക്കോർഡാണ്. എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ജനുവരി 1-ാം തീയതി ഏറ്റവും കൂടുതൽ സെഞ്ചുറി പൂർത്തീകരിച്ചയാൾ, അങ്ങനെ ഒരു റെക്കോർഡ് ഇട്ടപ്പോൾ എന്താ അതിലൊരു നിവൃത്തി എന്താ ഉള്ളത്? അതെങ്ങനെ വലിയ കാർഡൊക്കെ അടിച്ചിട്ട് ഇറക്കാമല്ലോ. എന്നതുപോലെ നിങ്ങൾ എത്ര കാലം ഭരിച്ചു എന്നോ എന്തായി എന്നോ വല്ല പ്രാധാന്യമുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ലേ പ്രാധാന്യമുള്ളൊരു കാര്യം. അപ്പൊ ഇത് പറയുമ്പോൾ സംഘികളെല്ലാം പറയാണ്, ചുളുവിൽ നെഹ്റു ഭരിച്ച ആദ്യത്തെ 5 കൊല്ലം ഇതിൽ കൂട്ടിയിട്ടില്ല പോലും. ചുളുവിൽ മനസ്സിലാക്കണം, ചുളുവിൽ. അത് എന്ന് വെച്ചാൽ 47 മുതൽ 52 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് വരെയുള്ള ആദ്യത്തെ കാവൽ മന്ത്രിസഭയുടെ കാലം അത് കൂട്ടിയിട്ടില്ല പോലും. കാരണം അത് ചുളുവിലാണ്. പൊന്നു സഹോദരന്മാരെ, ഇന്നും ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചതിൻ്റെ റെക്കോർഡ്, അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു റെക്കോർഡൊന്നും ഇല്ല എന്നാലും പറയാണ്, നിങ്ങൾ പറയുന്നത് കൊണ്ട് പറയുന്നു, ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് നെഹ്റുവിൻ്റെ പേരിലാണ്. അദ്ദേഹം 6130 ദിവസക്കണക്കിൽ പറഞ്ഞാൽ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 കൊല്ലം നിങ്ങൾക്ക് ചുളുവിലുണ്ടായതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പൃഥ്വിരാജ് ചൗഹാന്റെ ഒക്കെ കാലത്ത് നിന്ന് ഇന്ത്യയുടെ ചരിത്രം തുടങ്ങണമെന്ന് പറയുന്ന ആളുകൾക്ക് 47-ൽ തുടങ്ങിയ ഇന്ത്യയുടെ ആധുനിക ചരിത്രം പറയാൻ വയ്യ. അതെങ്ങനെയാ ചുളിവിലാവുക? 47-ന് മുമ്പ് ഒരു 100 കൊല്ലക്കാലം നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു കാര്യം ഇന്ത്യയിൽ നടന്നിരുന്നു. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാണ്. അതിനും കുറച്ച് പിന്നിലേക്ക് ഉണ്ട്. ഞാനൊരു ആധുനിക കാലം എന്നുള്ള നിലയ്ക്കാണ് ഒരു 100 കൊല്ലത്തെ എടുത്തത്. അതിൽ അവസാനത്തെ 10-25 വർഷക്കാലം ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകന്മാരിൽ ഒരാളായിരുന്നു നെഹ്റു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ജയിലിൽ കടന്നിട്ടുണ്ട് 3259 ദിവസം, 9 വർഷത്തിലധികം. മനസ്സിലായോ? ആ സമരത്തിൻ്റെ, അതിലെ പങ്കാളിത്തത്തിൻ്റെ, അതിലെ ത്യാഗത്തിൻ്റെ, അതിൻ്റെ അനുഭവങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ്
ആ സാമ്രാജ്യ വിരുദ്ധ സമരത്തിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി നെഹ്റു വന്നത്. അല്ലാതെ ചുളുവിൽ കിട്ടിയതല്ല. ഇപ്പോ താരതമ്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയുണ്ട് അമിത്ഷാ. നെഹ്റുവിന്റെ ആഭ്യന്തര വകുപ്പെല്ലാം കൈകാര്യം ചെയ്തിരുന്നയാൾ അറിയാലോ, സർദാർ പട്ടേലാണ്. ആ ആദ്യത്തെ 5 വർഷക്കാലത്തെ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ ആളുകളെ നോക്കൂ. സർദാർ പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു മന്ത്രിസഭയായിരുന്നു അത്. സർദാർ പട്ടേലും 5-6 വർഷം ജയിലിൽ കടന്നിട്ടുണ്ട്. മോദിജിയുടെ ആഭ്യന്തരമന്ത്രിയും ജയിലിൽ കടന്നിട്ടുണ്ട്. 5-6 കൊല്ലമൊന്നുമില്ല. 2010 വെറും ഒരു 96 ദിവസം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല. പിന്നെയോ സൊറാബ്ദി എന്ന പേരുള്ള ഒരാളെന്നെ വെടിവെച്ച് കൊന്നു. പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് വെടിവെച്ച് കൊന്നു. അമിത്ഷാ ഒന്നും അല്ല കേട്ടോ. ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ പോലീസ് അത് വ്യാജ എൻകൗണ്ടറായി, പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ കൊന്നു. അതിന്റെ പേരിൽ 96 ദിവസം. നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാം. അതിൽ കടന്നിട്ടുള്ള ജയിലിൽ കടന്നിട്ടുള്ള ആളാണ്. അതുപോലെയല്ല നെഹ്റു 9 വർഷത്തിലധികം ജയിലിൽ കിടന്നു. അതിൻ്റെ കൂടി ആ ഒരു ലെഗസി ഉണ്ടല്ലോ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ലെഗസി. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കൈവന്ന പ്രധാനമന്ത്രി പദത്തെ ചുളുവിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ അങ്ങ് ഒഴിവാക്കാതെ, നെഹ്റുവിന് ഒരുപാട് കുറവുകളുണ്ട് കേട്ടോ, അതൊക്കെ വേറൊരു കാര്യം, അത് പറയേണ്ടുന്ന ഒരു സന്ദർഭം ഇതല്ല. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ കൂടെ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ഏതൊക്കെയെന്നറിയോ? ഒന്ന് വിദേശകാര്യമാണ്. ആ കാലത്താണ് ഇന്ത്യയുടെ പ്രസിദ്ധമായിട്ടുള്ള ചേരിചേരാ നയം. അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യ അതിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ച കാലം തുടങ്ങിയത് അപ്പോഴാണ്. രണ്ടാമത് ശാസ്ത്ര ഗവേഷണത്തിന്റെ ഒരു വകുപ്പ് കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യാണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങാതി നടക്കുന്നുണ്ടല്ലോ. അയാൾ കയ്യിൽ വെച്ചത് തുറമുഖമാണ്. തുറമുഖം ഒരു മോശപ്പെട്ട വകുപ്പായിട്ടല്ല, പക്ഷെ അദ്ദേഹം തുറമുഖം കയ്യിൽ വെക്കാൻ ഒരു കാരണമുണ്ട്. അത് അദാനിയായിട്ടുള്ള ഡിങ്കോൾഫിക്കേഷനാണ്. അതിനു വേണ്ടിയിട്ടായിരുന്നില്ല, അത്തരം ഇടപാടുകളായിരുന്നില്ല നെഹ്റുവിന് ഉണ്ടായിരുന്നത്. നെഹ്റുവിന്റെ കൂടെ വലിയൊരു ടീം ഉണ്ടായിരുന്നു. മഹാലനോബീസിനെ പോലെയുള്ള ഇന്ത്യയിലെ ഇപ്പൊ നമ്മൾ ഡാറ്റാ സയൻസ് എന്നൊക്കെ പറയില്ലേ, അതിന്റെ എല്ലാം ഇന്ത്യയിലെ ആ ഒരു ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മനുഷ്യൻ. പഞ്ചവത്സര പദ്ധതികൾ, ഹോമി ജഹാംഗീർ ബാബയെ പോലെയുള്ള, വിക്രം സാരാഭായിയെ പോലെയുള്ള ഇന്ത്യയുടെ അടിത്തറ പണിത വലിയ മനുഷ്യരുടെ കഴിവിനെ തന്റെ ദീർഘദർശിത്വവുമായി നെഹ്റു കൂട്ടിച്ചേർത്ത ആ 5 കൊല്ലത്തെ നിങ്ങൾ അങ്ങനെ ചുളുവിലൊന്നും കളയാതെ, നിങ്ങൾ അങ്ങനെ ചുളുവിൽ തള്ളിക്കളഞ്ഞ ആ 5 വർഷത്തിലാണ് 48-ൽ ബക്രാനങ്കലിന് തുടക്കം കുറിക്കുന്നത്. അറിയാമല്ലോ ബക്രാനങ്കൽ അണക്കെട്ട്. അത് 63-ലാണ് അത് കമ്മീഷൻ ചെയ്തത്. അത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ആ വേളയിലാണ് നെഹ്റുവിന്റെ പ്രഖ്യാതമായിട്ടുള്ള പ്രസംഗം. ഉയർത്തെഴുന്നേൽക്കുന്ന ഇന്ത്യയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഇതുപോലെയുള്ള വലിയ അണക്കെട്ടുകൾ. മോദിജി താങ്കളും ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള പരിപാടികളല്ല. നെഹ്റു IIT-കൾ ആരംഭിച്ചു. 4 IIT-കൾ, IIM-കൾ അദ്ദേഹം തുടങ്ങിയതാണ്. ആദ്യത്തെ IIT 51-ലാണ് പശ്ചിമബംഗാളിലെ ഗോരഖ്പൂരിൽ. എന്തിനു നിങ്ങൾ ആ കാലം മാച്ചു കളയണം? നിങ്ങൾക്കത് മാച്ചു കളയണം. പക്ഷെ ഇന്ത്യ അതിന്റെ എല്ലാ പരാധീനതകളോടും കൂടി ഉയർത്തെണീറ്റ ഒരു കാലത്തിന്റെ തുടക്കത്തെ അങ്ങനെ അങ്ങോട്ട് മാച്ചു കളയാൻ പറ്റുമോ? മോദിജിയും പല നിർമ്മാണങ്ങളും നടത്തുന്നുണ്ട്. എത്രയോ കോടി രൂപയുടെ സ്റ്റാച്യു അല്ലേ, പിന്നെ രാമക്ഷേത്രം, അതിന്റെ പൂജാരി, അതിന്റെ മുഖ്യ കാർമ്മികൻ, അങ്ങനെയൊക്കെയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, 63-ൽ ബക്രാനങ്കൽ അണക്കെട്ട് രാജ്യത്തിന് സമർപ്പിച്ച സമയത്ത് നെഹ്റു പറഞ്ഞതുപോലെയുള്ള ഒരു വാചകമുണ്ടല്ലോ, ദീർഘകാലത്തേക്ക് ഈ രാജ്യത്തെയും ജനങ്ങളെയും ലോകത്തെയും കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആ വാചകം, ഉയർത്തെണീക്കുന്ന ഇന്ത്യയുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ. അതുപോലൊരെണ്ണം പറയാൻ 6000 ദിവസമല്ല, 60,000 കൊല്ലം തലകുത്തി നിന്നാലും മുഴുത്ത വർഗീയവാദിയായിട്ടുള്ള മോദിക്ക് സാധിക്കില്ല. മനസ്സിലായോ? അപ്പോഴാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ അശ്വത്ഥാമ ഹത എന്ന കുഞ്ചര എന്ന് പറഞ്ഞതുപോലെ, കുഞ്ചര പറയില്ല, അത് ശബ്ദം താഴ്ത്തിയ അപ്പോഴേക്ക് ഡ്രം ബീറ്റ് ഉണ്ടാവും എന്ന പോലെ തെരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ 5 വർഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വേറെയും നമുക്ക് ചില കാര്യങ്ങൾ എടുക്കാമല്ലോ. ഇപ്പോ റെയിൽവേയുടെ കാര്യം, അത് പറയാതെ പോകാൻ പറ്റില്ല. 48-ലാണ് ഇന്ത്യ ആദ്യമായിട്ടൊരു വിദേശ ഏജൻസിയിൽ നിന്ന്, വേൾഡ് ബാങ്കിൽ നിന്ന് ആദ്യത്തെ ലോൺ വാങ്ങിക്കുന്നത്. കഷ്ടി $34 മില്യൺ. എന്തിനാണെന്നറിയോ? ഇന്ത്യയുടെ റെയിൽവേ നവീകരിക്കാൻ വേണ്ടിയിട്ടാണ്.
അതുവരെ 42 ഉടമസ്ഥതകളിൽ കിടക്കുകയായിരുന്നു ഇന്ത്യൻ റെയിൽവേ. അതിൽ ചിലത് നാട്ടുരാജാക്കന്മാരുടെ ആയിരുന്നു. 42 എണ്ണം ഉണ്ടായിരുന്നു മൊത്തം. അതിനെ ഏകീകരിച്ചു, അതിനെ നവീകരിച്ചു. 51-ലാണ് ഇന്ത്യൻ റെയിൽവേസ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ആ 52 വരെയുള്ള കാലം റദ്ദ് ചെയ്യണമല്ലേ? ഈ $34 മില്യൺ വാങ്ങിയിട്ട് അഴിമതിയില്ലാതെ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഇന്ത്യയിൽ നടക്കുകയുണ്ടായി. നിങ്ങളും ഇപ്പൊ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. പെട്രോൾ അടിക്കുമ്പോൾ 5 രൂപ റോഡ് സെസ്, ഡീസൽ അടിക്കുമ്പോൾ 2.5 രൂപ, അങ്ങനെ 65,000 കോടി രൂപ എങ്ങാണ്ട് റോഡ് ഉണ്ടാക്കാൻ വേണ്ടി നിതിൻ ഗഡ്കരി പിരിച്ചുണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം നിർമ്മിക്കുന്ന, അദ്ദേഹത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ദേശീയപാത നിർമ്മാണം ഉണ്ടല്ലോ, 50-ലധികം ഗൗരവപ്പെട്ട വലിയ പിഴവുകളാണ്, പൊളിഞ്ഞു പോകലുകളാണ്, ഇടിഞ്ഞു വീഴലുകളാണ് കഴിഞ്ഞ 1-2 കൊല്ലത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ബീഹാറിൽ 2 ആഴ്ചക്കകം 12 പാലങ്ങളാണ് പൊളിഞ്ഞു വീണത്. ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ ഒക്കെ അതുപോലെയുള്ളതായിരുന്നില്ല 51-ൽ. ഇന്ത്യൻ റെയിൽവേസ് തുടങ്ങിയതാണ്, തീർന്നില്ല. 1950 ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് വെസ്റ്റ് ബംഗാളിൽ തുടങ്ങിയതാണ്. അതേ വർഷം തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ആവി എഞ്ചിൻ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയുണ്ടായി. 1950 വർഷം. നിങ്ങൾ റദ്ദ് ചെയ്യാൻ പറയുന്ന ഈ 50. ഇനി നമുക്ക് വേറെ ചില കണക്കുകൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. 47 മുതൽ 64 വരെയുള്ള, ഞാൻ 47 കൂടി പെടുത്തി കേട്ടോ, സംഘപരിവാറെ പോലെ 5 കൊല്ലം കളഞ്ഞിട്ടില്ല. നെഹ്റുവിന്റെ 10-16 വർഷക്കാലം അത് അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തം പൊതുകടം 6700 കോടി രൂപയാണ്. ഇന്ന് 214 ലക്ഷം കോടി രൂപയാണ്. സംഖ്യയുടെ ഭീമമായ വർധന. ഇനി വർധന പറയുമ്പോൾ അന്നത്തെ വില ഇന്നത്തെ വില എന്നൊക്കെ പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ശതമാനം ഒന്ന് പറയാം. കടത്തിൻ്റെ വർധന, നെഹ്റുവിൻ്റെ യുഗം അങ്ങനെയല്ലേ നമ്മൾ പറയാ, നെഹ്റു കാലം, ഈ 16 കൊല്ലം 133% ഇന്ത്യയുടെ പൊതുകടത്തിൻ്റെ വർധന. മോദിജിയുടെ കാലത്ത് അത് 277% വരെയായി. മനസ്സിലായോ? അന്ന് ഒരു പവൻ സ്വർണത്തിന്, കേൾവിക്കാർക്ക് ഈ വില ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാണ്, ഒരു പവൻ സ്വർണത്തിന് 50 രൂപയാണ്. ഇന്ന് 1,10,000 രൂപയാണ്. ഡോളറിന്റെ വിനിമയ ഒരു നിരക്ക് നോക്കൂ, രൂപയുടെ ഡോളറുമായിട്ടുള്ള. 64-ൽ നെഹ്റുവിന്റെ കാലം കഴിയുമ്പോൾ 4.76 രൂപ കൊടുക്കുമ്പോഴാണ് നമുക്കൊരു ഡോളർ കിട്ടുക. ഇന്നത് 95 രൂപയായി. രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായിട്ടുള്ള ഇടിവിന്റെ ഒരു കമ്പാരിസൺ നോക്കൂ. നെഹ്റുവിന്റെ കാലത്ത് എന്ന് വെച്ചാൽ 47 മുതൽ 64 വരെ 30.67% ഡിപ്രിസിയേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഡോളറുമായിട്ടുള്ള രൂപയുടെ വിനിമയ മൂല്യത്തിലുള്ള ഇടിവ് അത് 30.67%. മോദിയുടെ കാലത്ത് 12 വർഷത്തെ കാര്യമായി പറയുന്നത് 38.3%. കടത്തിന്റെ വളർച്ചയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ മട്ടിലുള്ള വ്യത്യാസങ്ങൾ അതുകൂടി പറയണ്ടേ? നിങ്ങൾ എത്ര ദിവസം ഭരിച്ചു എന്നതാണോ കാര്യം? അതോ കുറഞ്ഞ ദിവസമാണെങ്കിലും ആ ഭരണത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നതാണോ കാര്യം? ഇനി വേറെ ചില കണക്ക് കൂടി പറയാം. 2025-ലെ UNDP-യുടെ റിപ്പോർട്ടുണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, മാനവ വികസന സൂചിക. അതില് ഇന്ത്യയുടെ സ്ഥാനം 130 193 രാജ്യങ്ങളുടെ കണക്കിൽ. ലിംഗസമത്വത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ 102-ാം സ്ഥാനത്താണ്, ലജ്ജാകരമായി 102-ാം സ്ഥാനം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിന്റെ കാര്യത്തിൽ 123 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 102-ആണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 151-ആണ്. ഇന്ത്യയിലെ മൂടുതാങ്ങികളായിട്ടുള്ള മാധ്യമങ്ങൾ നിങ്ങളെ ഇങ്ങനെ വെളുപ്പിച്ച് വൈറ്റ് വാഷ് ചെയ്ത് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ച് പോകണം. സന്തോഷ സൂചിക, ഹാപ്പിനെസ് ഇൻഡെക്സ്, ഇന്ത്യയുടെ സ്ഥാനം 116-ആണ്. തീർന്നില്ല. ജാതി വിവേചനത്തെ പറ്റി അത് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്റ്റഡികളൊന്നുമില്ല, പക്ഷെ ഒരുപാട് സ്വകാര്യ ഏജൻസികൾ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെല്ലാം പഠനമൊക്കെ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ 73% ഗ്രാമങ്ങളും 2026-ൽ മനുഷ്യൻ ബഹിരാകാശത്ത് ടെൻ്റ് അടിച്ച് താമസിക്കാൻ ആലോചിക്കണ ഈ കാലത്ത്, ചൊവ്വയിലേക്ക് ടൂർ പോകാൻ ആലോചിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയിലെ 73% ഗ്രാമങ്ങളും ജാതി വിവേചനം നേരിടാൻ. ഞാൻ അതിന്റെ ഡീറ്റെയിൽ പറയല്ല. മോദിജി അങ്ങയുടെ ഗുജറാത്തിൽ നവസർജൻ ട്രസ്റ്റും റോബർട്ട് കെനഡി സെന്ററും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പഠനം ഉണ്ടായിരുന്നു, 2-3 വർഷമായി.
അവർ പറയുന്നത് 90% ഗ്രാമങ്ങളിലും ജാതി വിവേചനം നിലനിൽക്കുന്നു എന്നാണ്. 12 വർഷത്തെ താങ്കളുടെ ഈ പീരീഡ് ഉണ്ടല്ലോ, ഈ നെഹ്റുവിനെ മറികടന്ന് ഇങ്ങനെ ചെക്കൊക്കെ വെച്ച് താങ്കൾ ഇങ്ങനെ വെട്ടിമാറ്റി റെക്കോർഡിട്ട 12 വർഷം താങ്കൾ ജാതീയതയ്ക്കെതിരായി ഒരു വാക്ക് മിണ്ടിയോ? ഇന്ത്യൻ ഗ്രാമങ്ങളിലെ അൺടച്ചബിലിറ്റിക്കെതിരായിട്ട്, വിവേചനങ്ങൾക്കെതിരായിട്ട് ഒരു വാക്ക് മിണ്ടിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഭരണകാലം ഈ ജാതീയതയുടെ, തൊട്ടുകൂടായ്മയുടെ, തീണ്ടലിൻ്റെ, അതുപോലെയുള്ള പഴയകാല ഫ്യൂഡൽ മൂല്യബോധങ്ങളുടെ പുനഃസ്ഥാപനത്തിൻ്റെ കാലമായിരുന്നില്ലേ? ഇതെല്ലാം സ്ഥാപനവൽക്കരിച്ചതിന് ശേഷം താങ്ങാൻ കുറെ മാധ്യമങ്ങളുണ്ട് എന്ന് വെച്ച് കള്ളം പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കുമോ ഇന്ത്യയിലെ ജനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ? എന്താ ഇതിലൊരു കഷ്ടം എന്നറിയോ? ഇത് പറയാൻ ഇവിടെ ഒരു കോൺഗ്രസ്സുകാരനില്ല. നെഹ്റുവിനെയൊക്കെ നിരന്തരമായി ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അത് പറയാനില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു മന്ത്രി ആയാൽ മതി, മുഖ്യമന്ത്രി ആയാൽ മതി, MLA ആയാൽ മതി, MP ആയാൽ മതി. ഞങ്ങൾ ഇടതുപക്ഷക്കാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നെഹ്റുവിനോടൊക്കെ ധാരാളം വിയോജിപ്പുകളുണ്ട്. ഈ കാലത്തെയൊക്കെ പറ്റിയുണ്ട് കേട്ടോ, അദ്ദേഹത്തിന്റെ 16 വർഷത്തെയൊക്കെ പറ്റിയുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തെ 2014 ആരംഭിച്ചത് എന്ന മട്ടിൽ സംഘപരിവാർ അവതരിപ്പിക്കുമ്പോൾ അതിനെ ചെറുക്കേണ്ടതല്ലേ? പരാധീനതയോട് കൂടിയാണെങ്കിലും ഇന്ത്യ ഉയർത്തെഴുന്നേറ്റ ഒരു കാലത്തിന്റെ ഓർമ്മകളെ അപ്പാടെ തേച്ചുമാച്ചു കളയാൻ സംഘപരിവാറിന്റെ കള്ളം നിറഞ്ഞ നാക്കുകൾക്ക് അനുവാദം കൊടുക്കാൻ പാടുണ്ടോ? അത് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കേണ്ടി വന്നത്.